ഈ കോൺസെപ്റ്റുകളുടെ കൃത്യമായ ധാരണയില്ലായ്മ കൂടുതൽ കുട്ടികൾക്കും മാർക്ക് കുറയാൻ ഇടയാക്കുന്നുണ്ട്. ഇത്തരം ചെറിയ ചില മിസ്റ്റേക്കുകൾ മാത്രം ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ യൂസ് ചെയ്യുന്നത്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻവേഴ്സ് ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ്. നോക്കൂ മക്കളെ, 3/x = 12 എന്ന് തന്നാൽ പല കുട്ടികളും ചെയ്യാറുള്ളത് ഇതിനെ x = 12/3 എന്ന് എഴുതി ആൻസർ 4 എന്ന് കണ്ടുപിടിക്കും. ഒക്കെ നിങ്ങൾക്ക് മറ്റു മുന്നോട്ട് പോകാൻ സംശയം വരുത്തുന്ന സ്റ്റെപ്പുകളാണ്, തെറ്റുവരുത്തുന്ന സ്റ്റെപ്പുകളാണ്. ഇത് റോങ് ആൻസർ ആണ്. എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? 3/x അല്ലെങ്കിൽ 3/x = 12. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലേ? ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ ഓപ്പറേഷൻ ചെയ്താൽ, ഒരേ ക്രിയ ചെയ്താൽ ആ ഇക്വേഷനെ മാറ്റം വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം എക്സ് എന്നുള്ളതിന്റെ വില കാണലാണ് അല്ലേ? പക്ഷെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലാണ്. നമുക്ക് സൗകര്യത്തിന് എക്സിനെ ഡിനോമിനേറ്ററിൽ നിന്നും മാറ്റി ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാം. എക്സ് ഡിനോമിനേറ്ററിൽ നിന്ന് പോകണമെങ്കിൽ നമുക്ക് 3/x കളയണമെങ്കിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്തായി മാറി? 3 = 12 മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് എന്നായി മാറി. ഇനി ഇതുപോലെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ഇതിനെ 12 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കി ഈ 12 പകരം 1 ആയാൽ കുഴപ്പമില്ല അല്ലേ? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 12/12 1 വന്നാൽ 1 × x ആയി മാറും. അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷൻ നടത്തി, അത് പോകാൻ വേണ്ടി ഡിവിഷൻ നടത്തുക 12 കൊണ്ട്. ഈ സൈഡിലും അതേ 12 കൊണ്ട് ഡിവിഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ 3/12 1/4 ഇവിടെ എക്സ് മാത്രമായി മാറും. എക്സിന്റെ വില 1/4 എന്നായി മാറും. ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സമീപിക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇക്വേഷന്റെ ബോത്ത് സൈഡ്സിലും രണ്ട് സൈഡിലും ഒരേ ഓപ്പറേഷൻ ചെയ്താൽ ആ ഇക്വേഷന് വില വ്യത്യാസം വരില്ല എന്നർത്ഥം. ഇക്വേഷൻ മാറില്ല എന്നർത്ഥം. അത് ആവശ്യത്തിനനുസരിച്ച് ഏതിനെയാണോ ഒഴിവാക്കേണ്ടത് ആ ഒഴിവാക്കേണ്ട നമ്പറിനെയാണ് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഇത് ഇവിടെ എക്സ് ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സിനെ ഒഴിവാക്കണമായിരുന്നു ഡിനോമിനേറ്ററിൽ നിന്ന്. അതുകൊണ്ട് ഡിവിഷൻ ഉള്ളത് അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് 12 × x എന്നുള്ളതാണ്. നമുക്ക് എക്സിനെ മാത്രമായി കിട്ടണം. അതുകൊണ്ട് 12നെ ഒഴിവാക്കണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ. അതിനെ ഡിവിഷൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. രണ്ട് സൈഡിലും ഒരേ ഓപ്പറേഷൻ ചെയ്യാം. അല്ലാതെ പല കുട്ടികളും ഇത് പറയണ കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് എക്സ് അങ്ങോട്ട് പോയാൽ അല്ലെങ്കിൽ 12 × x ആണ്, 12നെ ഇങ്ങോട്ട് എടുത്താൽ ഗുണനം ഹരണമായി മാറും. അങ്ങനെ അവിടെ ഇങ്ങോട്ടൊന്നും പോയി മാറിയിരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അതിൻ്റെ ശരിയായ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മളിവിടെ 12 എന്ന നമ്പറിന്റെ പകരം 1 എന്ന നമ്പർ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് 1 ആണ്? ഈ 1 × x ആണ് എക്സ്. ഗുണനത്തിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ആ ഇതാണ് അല്ലേ, ഐഡന്റിറ്റിയാണ്. അതായത് എന്തുകൊണ്ടാണ് 1 എന്ന് പറയുന്നത്? 1 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് എക്സ് എന്ന ആൻസർ വരിക. അതുകൊണ്ട് 1 തന്നെ ഇവിടെ വരണം. ഇവിടെ 1 വരണമെങ്കിൽ നമുക്ക് 12/12 വന്നാലേ ഇവിടെ 1 വരുള്ളൂ. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് മുന്നോട്ട് പോവേണ്ടത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതുപോലെ സെക്കൻഡ് പ്രോബ്ലം നോക്കൂ. -3x = 12 എന്നാണ്. നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. എങ്കിൽ നമുക്ക് പല കുട്ടികളും ഇത് ചെയ്യാറുള്ളത് x = 12/3 എന്നാണ്. -3 +3 ആണ് റൈറ്റിലേക്ക് എന്ന് പറയാറുണ്ട്. this = 4 എന്ന് പറയും. ഇത് തെറ്റാണ്, റോങ് ആൻസർ. അല്ലെങ്കിൽ ചില കുട്ടികൾ x = 12 -3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +3 എന്ന് അവർ പറയാറുണ്ട്. അങ്ങനെ 15 എന്നും ആൻസർ കിട്ടാറുണ്ട്. ഇത് രണ്ടും റോങ് ആൻസേഴ്സ് ആണ്. ക്ലിയർ? എവിടെയാണ് തെറ്റുപറ്റിയത് ഈ സ്റ്റെപ്പിൽ വെച്ച് എന്ന് നോക്കാം. -3x = 12 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ആവശ്യം ആരെയാണ്? നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം എന്നുള്ളതാണ്.
നമുക്ക് തടസ്സമായി നിൽക്കുന്നത് -3 ആണ്. -3 എങ്ങനെയാണ് എക്സിനോട് കൂട്ടുകൂടിയത്? അതായത് എക്സിനോട് ചേർന്ന് നിൽക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് -3. ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഇത് -3 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ -3 ഇവിടെ ഒഴിവാക്കണമെങ്കിൽ, ഇവിടെ 1 ആയി വരണമെങ്കിൽ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായതാണ് മൾട്ടിപ്ലിക്കേഷന്റെ ഇൻവേഴ്സ് ഓപ്പറേഷനായ -3 കൊണ്ട് ഈ സൈഡിനെ ഡിവൈഡ് ചെയ്തു. അതേ തന്നെ റൈറ്റ് സൈഡിലും -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് -3 1 ആയിട്ട് വരുന്നത്. അപ്പോഴാണ് x ഈക്വൽ ടു പോസിറ്റീവ് ബൈ നെഗറ്റീവ് -12/3 4 എന്ന ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇങ്ങനെയാണ് ശരിയായ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണയോടുകൂടി ഒരു സ്റ്റെപ്പ് ഇടയിൽ വെച്ച് സ്റ്റെപ്പ് സ്റ്റക്ക് ചെയ്യാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തത് നോക്കൂ, x+3 ഹോൾ സ്ക്വയർ ഓൾജിബ്രൈക് എക്സ്പ്രഷന്റെ എക്സ്പാൻഷൻ ആണ്. അതാണ് നമ്മളിവിടെ ഐഡന്റിറ്റി എന്ന രീതിയിലും ഇത് പഠിച്ചിട്ടുണ്ട്, a+b ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ. പക്ഷേ പല കുട്ടികളും x+3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x²+3 സ്ക്വയർ എന്നും അതിനെ തുടർന്ന് ഇതിന്റെ ആൻസർ x²+9 എന്ന് എഴുതി അവസാനിപ്പിക്കാറുണ്ട്. റോങ് ആൻസർ. ഇവിടെ എന്താണ് x+3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷന്റെ എക്സ്പാൻഷൻ? എങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്? x+3 മൾട്ടിപ്ലൈഡ് ബൈ x+3 ആണ്. 2 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എക്സ്പാൻഷൻ പഠിച്ചതാണ്. എക്സ് കൊണ്ട് ഇതിൽ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 3 പ്ലസ് എന്തായിരിക്കും മക്കളെ? നിങ്ങൾ ആലോചിക്കുക. 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 3 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 3x പ്ലസ് 9 ഈക്വൽ ടു x² പ്ലസ് 6x പ്ലസ് 9. ഇതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ അല്ലേ? ഇനി ഇതിനെ നമ്മൾ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിറ്റി എന്ന രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ഐഡന്റിറ്റി? a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഓർമ്മിക്കുക 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, 8th ക്ലാസ്സിൽ ക്ലാസ് 8 a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്നോ a സ്ക്വയറും b സ്ക്വയറും ആഡ് ചെയ്തതിന് ശേഷം അത്രയും പോരാ, അതിനോടുകൂടി ഒരു നമ്പറും കൂടി ആഡ് ചെയ്യണം. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് എഴുതി അവസാനിപ്പിക്കരുത് ഇതുപോലെ, മറിച്ച് അതിനോട് ഒരു നമ്പർ കൂടി ആഡ് ചെയ്യണം. എന്താണ് ആ നമ്പർ? 2 ഇൻറ്റു a ഇൻറ്റു b 2ab. അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡബിള്, ഇതിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ എ ബിയുടെ ഡബിൾ 2ab ആഡ് ചെയ്യണം. a സ്ക്വയറും b സ്ക്വയറും ആഡ് ചെയ്തതിന് ശേഷം ആ സമ്മിനോട് കൂടി 2ab എന്ന നമ്പർ കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു? x² പ്ലസ് 3² 9x² പ്ലസ് 9 പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 അതായത് 6x. അങ്ങനെയും ഇതിനെ സമീപിക്കുക. ഇത് നന്നായി പ്രോസസ്സ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഐഡന്റിറ്റിയിലേക്ക് സാധാരണ നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് പഠിച്ചതിന് ശേഷമാണ് ഈ ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും മനസ്സിലാക്കി വെക്കുക. ഇവിടെ a-b ഹോൾ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ a² പ്ലസ് b സ്ക്വയർ സമ്മ ഇതുപോലെ തന്നെ എഴുതുക. പക്ഷേ ഇവിടെ മൈനസ് ആണെങ്കിൽ -2ab എന്നായിരിക്കണം എഴുതേണ്ടത്. മൈനസ് ഈ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡബിൾ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. a² പ്ലസ് b സ്ക്വയർ മൈനസ് 2ab എന്നായിരിക്കും വരിക. അടുത്തത് x² ഈക്വൽ ടു 16. ഇത് എക്സിന്റെ വില എത്ര എന്നൊക്കെ കാണുമ്പോൾ അതായത് ഇതിന്റെ സ്ക്വയർ റൂട്ടാണ്. പെട്ടെന്ന് കുട്ടികൾ എഴുതി പോകും x ഈക്വൽ ടു √16 ഈക്വൽ ടു 4 എന്ന് എഴുതി പോകും അല്ലേ? ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇൻകംപ്ലീറ്റ് ആണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. എന്താണ് ഇതിന്റെ ശരിയായ സൊല്യൂഷൻ? x² ഈക്വൽ ടു 16 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് x² മൈനസ് 16 ഈക്വൽ ടു 0. നമുക്ക് ഇത് ഇപ്പൊ ഏത് രീതിയിലെത്തി? a² മൈനസ് b സ്ക്വയർ ഈക്വൽ ടു എന്ന രീതിയിലെത്തി.
പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒന്നുകിൽ എക്സ് പ്ലസ് 4 0 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 4 0 ആവണം. അതൊരു ലോജിക്കാണ് അല്ലേ? രണ്ട് നമ്പർ ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു നമ്പർ എങ്കിലും 0 ആയിരിക്കണം. എക്സ് പ്ലസ് 4 0 ആണെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? -4 ആയിരിക്കും. എക്സ് മൈനസ് 4 0 ആണെങ്കിൽ എക്സിന്റെ വില +4. 4 മൈനസ് 4 ആണ് 0. അതായത് എക്സിന് ഇപ്പോഴും രണ്ട് വിലകൾ കിട്ടി, 4ഉം -4ഉം. ക്ലിയർ? അതായത് ഇത് x² 16 എന്ന് കണ്ടാൽ എക്സിന് 4ഉം -4ഉം വാല്യൂ ആയിട്ട് വരും എന്നർത്ഥം. ചില പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, എണ്ണൽ സംഖ്യയാണ് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതുമാത്രം സ്വീകരിച്ചാൽ മതി. ഇത്ര എഴുതിയതിന് ശേഷമാണ് നമ്മൾ എഴുതിക്കുന്നത് എക്സ് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 4 എന്ന വാല്യൂ സ്വീകരിക്കുന്നത്. ക്ലിയർ? അതിന് രണ്ട് വാല്യൂസ് ഉണ്ട് എന്ന് ക്ലിയർ ആയി മനസ്സിലാക്കുക. നമുക്ക് മക്കളെ, ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ തെറ്റുവരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നിങ്ങൾ പലപ്പോഴും 6 മൈനസ് 3 എന്ന് എഴുതി കഴിഞ്ഞ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതി അവസാനം 3x മൈനസ് 6 എന്ന് എഴുതി പോകും. ഇത് തെറ്റാണ്. ക്ലിയർ? വേറെ ചില കുട്ടികൾ ഇത് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ തെറ്റുവരുത്തിക്കുക. അതായത് 6 മൈനസ് 3x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -3 ഇൻറ്റു -2. ആ -3 3 മാത്രമാണ് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. -3 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. -3 ഇൻറ്റു -2 ഇടയിൽ വരെ 3 ഇൻറ്റു -2 -6 എന്ന് എഴുതി പോകും. 6 മൈനസ് 6 0, ബാക്കി -3x എന്ന ആൻസർ എഴുതി പോവാം. ഇത് രണ്ടും കറക്റ്റ് ആൻസർ അല്ല. ശരിയായ ആൻസർ എന്തായിരിക്കണം? 6 ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 6 മൈനസ് ഇവിടെ -3 ആണ് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? -3 കൊണ്ടാണ് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ഗുണിക്കുന്നത്. -3 ഇൻറ്റു എക്സ്, -6 മൈനസ് 3x, -3 ഇൻറ്റു -2, -3 ഇൻറ്റു എക്സ്, -3x, -3 ഇൻറ്റു -2 പ്ലസ് 6. അപ്പോൾ എന്തായി ആൻസർ? 6 പ്ലസ് 6 12 മൈനസ് 3x, 12 മൈനസ് 3x എന്ന ആൻസർ വരും. ഓർ -3x പ്ലസ് 12. ഇതാണ് ശരിയായ രീതി. അപ്പോൾ ഈ രണ്ട് തരത്തിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും, ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇത്തരം കുറേ മിസ്റ്റേക്കുകളാണ്, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ബേസിക് ശരിക്കും കോൺസെപ്റ്റ് ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടുള്ള ചില മിസ്റ്റേക്കുകളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇത്തരം ബേസിക് കോൺസെപ്റ്റുകളെ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്ന് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാൻ നോക്കുക അല്ലേ? സ്കൂളിൽ പോകുന്ന സമയത്ത് പിന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പക്ഷേ ഒഴിവ് കിട്ടുന്ന കൂടുതൽ ദിവസങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ ക്ലാസ്സിലുള്ള ബേസിക്സ് നിങ്ങൾ കൃത്യമായി ധാരണ ഉണ്ടാക്കി വയ്ക്കുക. മാത്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളിൽ നിങ്ങൾ വരുത്തുന്ന കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ്, കുറച്ച് മിസ്റ്റേക്കുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനിയും അനവധി മിസ്റ്റേക്കുകൾ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടാകാം. നിങ്ങൾ ഒരു 5th ക്ലാസ് മുതൽ 10th വരെയുള്ള മാത്സിൻ്റെ കോൺസെപ്റ്റുകൾ കൃത്യമായ ധാരണയുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് മാത്സിനെ ഇഷ്ടപ്പെടാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടത്തോടു കൂടി തന്നെ മാത്സിനെ പേടിയില്ലാതെ മാത്സ് പരീക്ഷ എഴുതുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. ഉറപ്പ്, നിങ്ങൾക്കതിന് സാധിക്കും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ. മാത്സ് കോൺസെപ്റ്റുകൾ ഒഴിവു സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.